എല്ലാ പേർക്കും റെസിപ്പി വേർഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചെറുപയർ കറിയാണ്. തേങ്ങ ചേർക്കാത്ത ചെറുപയർ കറി. ഇത് ചോറിനും ബ്രേക്ക്ഫാസ്റ്റിനും എല്ലാം ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റെസിപ്പി എന്താണെന്നുള്ളത് നോക്കാം. ആദ്യമായിട്ട് 1 കപ്പ് ചെറുപയർ എടുത്ത് 4-5 മണിക്കൂർ വെള്ളത്തിൽ നന്നായി കുതിർത്ത് വയ്ക്കുക. അതിനുശേഷം ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക. അതിലേക്ക് 2 പച്ചമുളക് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു കുക്കറിലേക്കിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല രീതിക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ പയർ ഇവിടെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊരു സ്പൂൺ വെച്ച് ചെറുതായിട്ടൊന്ന് ഉടച്ച ശേഷം ഒരു സൈഡിലേക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരല്പം കുഴിയുള്ള പാൻ എടുത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച ശേഷം അതിൽ കുറച്ച് ഓയിൽ ഒഴിക്കുക. എണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് കടുക് ചേർക്കുക. കടുക് നന്നായി ഒന്ന് പൊട്ടിയ ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കുക. ഇനി നമുക്ക് അതിലേക്ക് 2 പച്ചമുളക്, അത് നെടുകെ കീറിയതാണ്, 2 പച്ചമുളക്, ഒരു 6 അല്ലി വെളുത്തുള്ളി, അത് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ്, പിന്നെ ഒരു സവാള, അതും ചെറുതായിട്ട് കനം കുറച്ചരിഞ്ഞത്, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത ഇഞ്ചി, ഇത്രയും എണ്ണയിലേക്ക് ചേർക്കുക. ഇതെല്ലാം കൂടി നമുക്ക് ഒരു 5 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ല രീതിക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അടുത്തതായിട്ട് മസാലകൾ ചേർക്കുന്ന സമയമാണ്. അതുകൊണ്ട് നമുക്ക് തീ വളരെ ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം മസാലകൾ ചേർക്കാൻ തുടങ്ങാം. അതിനായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, അത് നമ്മൾ കാശ്മീരി മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ എടുക്കാം. ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ട് 1.5 ടേബിൾ സ്പൂൺ. അതിനുശേഷം 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും ചേർക്കുക. ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഈ മസാലകളെല്ലാം 1 മിനിറ്റ് സമയം ഒന്ന് വഴറ്റിയെടുക്കാം. ഈ മസാലയിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പയർ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. പയർ ചേർത്ത ശേഷം ആ മസാലയിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുത്ത ശേഷം അതിലേക്ക് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. നമ്മൾ പയർ വേവിച്ച സമയത്ത് ഉപ്പൊന്നും ചേർക്കാതെയാണ് വേവിച്ചത്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുക്കുക. അവസാനമായിട്ട് ഒരു തക്കാളി കട്ട് ചെയ്ത് വെച്ചേക്കുന്നതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് പാത്രത്തിൻ്റെ മൂടി വെച്ച് ഇത് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ഇടയ്ക്ക് അടപ്പ് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. ഗ്രേവി നമുക്ക് ആവശ്യത്തിനുള്ള ഒരു തിക്നെസ് എത്തിക്കഴിയുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ വളരെ എളുപ്പത്തിലും ടേസ്റ്റി ആയിട്ടൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന പയർ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതെല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയ ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങളിൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഉടൻ തന്നെ നമുക്ക് വീണ്ടും കാണാം. എല്ലാ പേർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്